ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി CUSSP സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SDEയിൽ 2021 അഡ്മിഷൻ നേടിയിട്ടുള്ളവരും അതേപോലെ റീ അഡ്മിഷൻ സ്ട്രീം ചേഞ്ച് എന്നിവ വഴി CBCSS 2021 ബാച്ചിൽ പ്രവേശനം നേടിയിട്ടുള്ളവരുമായ BA, BCom, BBA വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി CUSSP അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം പ്രകാരം 12 ദിവസത്തെ സാമൂഹിക സേവനം നിർവഹിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസ് പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സാമൂഹിക സേവനം 6 ദിവസം പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നീ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും, തുടർന്ന് 6 ദിവസം ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ, അപ്പോൾ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ 6 ദിവസം പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയിലോ, പിന്നീടുള്ള 6 ദിവസം ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്ററിലൊക്കെ. ഓക്കെ, അതും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളായിരിക്കണം എന്ന് മാത്രം. പ്രസ്തുത സാമൂഹിക സേവനം നിർവഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അതാത് സ്ഥാപനങ്ങളിലെ അധികാരികളിൽ നിന്നും ഒപ്പോട് കൂടി വാങ്ങി സ്റ്റുഡൻസ് പോർട്ടലിൽ 2023 സെപ്റ്റംബർ 30 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ CUSSP സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് കാർഡോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ലഭിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഗൗരവത്തോടു കൂടിയിട്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ആദ്യം വിദ്യാർത്ഥികൾ അവരുടെ എക്സാം രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ താഴെ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അപ്പോൾ ആദ്യം സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യുക. പിന്നെ വിദ്യാർത്ഥി സ്റ്റുഡൻസ് പോർട്ടലിൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ ഇടതുഭാഗത്ത് ഒരു അപ്ലോഡ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തുടർന്ന് വരുന്ന വിൻഡോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിൽ ഡൗൺലോഡ് ഓപ്ഷന് ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ആകും. ആ ഡൗൺലോഡ് ചെയ്ത ഫോർമാറ്റിൽ ബന്ധപ്പെട്ട അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അധികാരികളിൽ നിന്ന് നമ്മൾ എവിടെയാണോ ആ സർവീസ് നമ്മൾ ആ ഒരു സർവീസ് 12 ദിവസത്തെ സർവീസ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ അധികാരികളിൽ നിന്ന് ഒപ്പ് വാങ്ങിയിട്ട് വീണ്ടും ഈ ഡോക്യുമെൻറ്റ് ബ്രൗസ് ആൻഡ് അറ്റാച്ച് ബട്ടൺ എന്നുള്ള ഒരു ഇതുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ JPG ഫോർമാറ്റിലായിരിക്കണം. 100 KB മുതൽ 300 KB വരെ ആയിരിക്കണം സർട്ടിഫിക്കറ്റിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ സാമൂഹിക സേവന കാലഘട്ടം, സാമൂഹിക സേവനം നടത്തിയ സ്ഥാപനത്തിൻ്റെ പേര് എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി students.uoc.ac.in എന്നതിൽ പോയിട്ട് സൈനപ്പ് ചെയ്യുക, രജിസ്റ്റർ നമ്പർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ഇഫ് ദ മൊബൈൽ നമ്പർ ഈസ് നോ ലോങ്ങർ വാലിഡ് പ്ലീസ് കോൺടാക്ട് ഡയറക്ട്ലി ടു ദ SDE ഫോർ ദ ചേഞ്ച് ദ മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി SDE സെക്ഷനുമായിട്ട് ബന്ധപ്പെടുക. ദെൻ അവിടെ OTP അടിക്കുക. മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP അടിക്കുക. പിന്നെ അതിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ OTP കറക്റ്റായിട്ട് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ ടിക്ക് മാർക്കിൽ വന്നിട്ടുണ്ടാകും. പിന്നെ അതേപോലെ ഇമെയിൽ ID അടിക്കുക. ഇമെയിൽ IDയിലേക്കും ഒരു OTP വന്നിട്ടുണ്ടാകും. പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യാനുള്ളതും അടിക്കുക. ദെൻ 2 പാസ്വേഡും മാച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രീൻ ബട്ടൺ വരും, അതിൽ ഗ്രീൻ ടിക്ക് വരും. ദെൻ സബ്മിറ്റ് അപ്പിയർ ആഫ്റ്റർ ഓൾ ദി ഡാറ്റാസ് ആർ വാലിഡേറ്റ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. എല്ലതും ശരിയാണെങ്കിൽ ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.